കായംകുളം ചേരാവള്ളി ചിറക്കടവം 3270 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകലും മുതിർന്ന കരയോഗം അംഗങ്ങളെ ആദരിക്കലും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ചേരാവള്ളി ചിറക്കടവം 3270 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകൽ, മുതിർന്ന കരയോഗ അംഗങ്ങളെ ആദരിക്കൽ, ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് വിതരണം, 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം എന്നിവ സംഘടിപ്പിച്ചു. കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമായിട്ടും 4 പരിപാടികളാണ് ഇവിടെ അടക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ലഹരി വിരുദ്ധ സന്ദേശം നൽകുക. മറ്റൊന്ന്, മുതിർന്ന പൗരന്മാരെ ആദരിക്കുക. അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ, മിടുക്കരായിട്ടുള്ള +2-നായാലും SSLCക്കായിട്ടും നല്ല മാർക്ക് വാങ്ങി വിജയിച്ച പ്രശസ്തമായ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവാർഡ് നൽകുക. അതുപോലെ തന്നെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, നമ്മുടെ കരയോഗാംഗങ്ങളുടെ മക്കൾക്ക്, അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങൾ നൽകുക. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്തിണക്കിയിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇതൊക്കെ ഇതിൻ്റെ ഭാരവാഹികളുടെ കർമ്മ പടുത്വത്തെ, അവരുടെ ദീർഘദൃഷ്ടിയെ, അവരുടെ ആ പ്രവർത്തന ശൈലിയെ, ആത്മാർത്ഥതയെ ഒക്കെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തിനാണ് വെറും ഒരു കരയോഗ അംഗം മാത്രമായ എന്നെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചത്? സത്യത്തിൽ ഒരു വലിയൊരു ബഹുമതിയായിട്ട്, ഒരവസരമായിട്ടല്ല, ബഹുമതിയായിട്ട്, ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ച ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ച് ശ്രീ പ്രസന്നൻ, ശ്രീ വിജയകുമാർ, ഗോപി തുടങ്ങിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, എൻ്റെ കടപ്പാട്. ആദ്യം തന്നെ ആചാര്യനെ സ്മരിക്കുന്ന പതിവുണ്ട്. ആരാണ് നമ്മളൊക്കെ NSS കരയോഗത്തിൻ്റെ ആളുകളാണെങ്കിലും ആരാണ് മന്നം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ പുതിയ തലമുറയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ലഹരി വിരുദ്ധ സന്ദേശവും നൽകി. കരയോഗം പ്രസിഡന്റ് VR വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രതിനിധി PS പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു. തെറ്റിലേക്ക് പോകുന്ന ഒരു പരിസ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ അറിവുണ്ടായിട്ടും, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എത്ര അറിവുണ്ടായാലും അവർ തെറ്റ് ചെയ്യുന്നുണ്ട്, തെറ്റിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. അപ്പം അത് എത്രമാത്രം അവരെ ബോധവൽക്കരിച്ചാൽ, നീ മുതിർന്നവരെ ബോധവൽക്കരിക്കാൻ പറ്റില്ല. നമ്മൾ പഴയ ആളുകൾ പറയുന്നതിന് തൊട്ട് കതിരെ കൊണ്ടുവന്ന് വളം വെക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ അത്യാവശ്യമായും നമ്മുടെ ഭാവി, നമ്മുടെയൊക്കെ തലമുറ അവര് ഭദ്രമാകണമെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കും എൻ്റെ കുട്ടികളല്ലേ, അവരാരും ഒരു തെറ്റിലേക്ക് പോകില്ല എന്നുള്ള തെറ്റിദ്ധാരണ നമ്മളെയൊക്കെ കുട്ടികളെ പറ്റി നമുക്കൊരു അന്ധമായ ധാരണയുണ്ട്. അന്ധമായ ധാരണ എന്നേ ഞാൻ അത് 100% അങ്ങനെ പറയുന്നുള്ളൂ. കഴിഞ്ഞ കാലഘട്ടത്തിലെ കുട്ടികൾ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ കാലഘട്ടത്തിലെ കുട്ടികൾ അവരുടെയൊക്കെ നിയന്ത്രണം മാതാപിതാക്കളിലായിരുന്നു, അല്ലെങ്കിൽ മുതിർന്നവരായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറി. വീട് വിട്ട് ഇറങ്ങിയാൽ നമ്മുടെ കുട്ടികൾ വേറൊരു ലോകത്തേക്കാണ് പോകുന്നത്. വീട്ടിൽ വരുമ്പോൾ വീടുമായി അവർ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും സ്നേഹത്തോടെയും പെരുമാറുമെങ്കിലും. കരയോഗം ട്രഷറർ ഗോപകുമാർ പുലിപ്ര കൃതജ്ഞത പറഞ്ഞു. R സുരേഷ് കുമാർ, വിനോദ് കുമാർ, N മോഹനൻപിള്ള, CR ജയശ്രീ, ശ്രീദേവി B, ജയശ്രീ CR, രശ്മി, രേഖ മുരളി, രേഖ മനോജ്, ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.